സ്വർഗീയ സംഗീതമായി ഉള്ളിൽ നിറയുന്നു ദൈവസ്നേഹം അനുഭവിക്കാം ഒന്നായി ചേർന്നു പാടാം അനുഭവിക്കാം ഒന്നായി ചേർന്നു പാടാം സ്വർഗവാണി സ്വർഗവാണി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങളെ വിളിക്കുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഞങ്ങളോട് കൂടി പാടാനും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും തീർച്ചയായും പാടുന്നതുമായിരിക്കാം. നമ്മൾക്ക് ആദ്യത്തെ കോളറിനെ സ്വാഗതം ചെയ്യാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത്, എന്റെ പേര് ഡാനിയൽ മാത്യു. ഡാനിയൽ മാത്യു, എവിടുന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഗ്രാമപഞ്ചായത്ത്. റാന്നി. ഓക്കെ, റാന്നിയിൽ നിന്നല്ലേ? ഓക്കെ അങ്കിളെ, വീട്ടിലാരൊക്കെയുണ്ട്? എന്തോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനുണ്ട്, വൈഫുണ്ട്, മോളുണ്ട്, കുഞ്ഞു മോളുണ്ട്. ആണോ? അതാണ് അവിടുന്ന് ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആ, മോക്ക് 1.5 വയസ്സ്. 1.5 വയസ്സ്. ബഹളമാണെന്ന് തോന്നുന്നല്ലോ. ആ, അവളെ ഇപ്പൊ ഒന്ന് കുളിപ്പിച്ച് കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിടക്കാൻ വേണ്ടിയുള്ള ഇതാ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് റാന്നിയിലെ വിശേഷങ്ങളൊക്കെ? റാന്നി വിശേഷമായിട്ട് അങ്ങനൊന്നുമില്ല. കാലാവസ്ഥ ഒരു മഴയുടെ ഒക്കെ കാലാവസ്ഥയാ. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? പ്രോഗ്രാം കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് കണ്ടായിരുന്നു. ആണല്ലേ? ഒത്തിരി സന്തോഷം. അപ്പം അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരികൾ പാടാവോ? ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. അതെ, ദൈവം ചെയ്ത വളരെ നന്നായിട്ടുണ്ട്. ദൈവം ചെയ്ത നന്മകൾക്ക് അല്ലേ നന്ദി പറയാൻ നാവുകൾ പോരാ നമുക്ക്. അതെ തന്നെ, ദൈവം അത്രയ്ക്കും വിശ്വസ്തനാണ്. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയല്ലേ ഓരോ ദിവസവും നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം. ഈ പാട്ടിലെ ഏറ്റവും നല്ലൊരു വരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ മനുഷ്യൻ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്കൊന്നും നന്ദിയില്ലാത്തവരായി മാറുന്നൊരു കാലമാണ്. കാരണം നമ്മൾ പോലും അറിയാതെ ദൈവം എത്രയോ നന്മകൾ നമുക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അങ്ങൾ ഇന്ന് പാടിയത് വളരെ വളരെ ഞങ്ങൾക്ക് തന്നു ദൈവം. ശരി ശരി ശരി. ഓക്കെ, അപ്പൊ അങ്ങളെ ഞങ്ങൾക്ക് തലമുറയില്ലായിരുന്നു. 25 വർഷമായി. പക്ഷെ ഞങ്ങൾക്ക് 2022 ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആയിരുന്നു അല്ലേ? എന്തോ? ഒരു ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആയിരുന്നു, ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഒരു ദൈവത്തിന്റെ ഭയങ്കര അത്ഭുതമായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, എന്തായാലും നിങ്ങളെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, വിളിച്ചതിന് ഒത്തിരി മക്കളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ നന്ദിയോടെ കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ അടുത്ത് ചെല്ലുവാൻ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക. അങ്കിളിന് വേണ്ടി ഞങ്ങൾ വളരെ മനോഹരമായ ഒരു ഗാനം അങ്കിളിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പാടുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി സ്പെഷ്യലായിട്ടും ദൈവം തന്ന ഏറ്റവും ബ്ലെസ്സഡ് ഗിഫ്റ്റ് ആയ കുഞ്ഞിന് വേണ്ടിയിട്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ അങ്കിളെ. വീണ്ടും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് ഡാനിയൽ മാത്യു ആണ്. ഹാപ്പി മൂഡിലാണ് വിളിച്ചത്. കാരണം അവർക്കൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് അല്ലേ കിട്ടി. ആ ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നവർക്ക് എന്തുമാത്രം പ്രത്യാശയായിരിക്കും അല്ലേ? ഞാൻ പെട്ടെന്നൊരു കാര്യം പറയട്ടെ. ഈ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ഒത്തിരി ദമ്പതിമാരുണ്ടല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ബൈബിളിൽ തന്നെ കേട്ടിട്ടുണ്ട്, ഹന്നായുടെ ഗർഭഫലത്തെ അടച്ചു വെച്ചു എന്നാണ്. കാരണം
അതെ, ഹന്നായെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് ഒരു ചൈൽഡ് വരാനുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇന്ന് ഒരു കുഞ്ഞിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് അല്ലേ, ശമൂവേൽ ബാലനെ പോലെ വളർന്നു വരട്ടെ. ആ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഹന്നായുടെ ഗർഭം. അതായത് നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, അതിന്റെയൊക്കെ വാല്യൂ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പാണ്. കാരണം നിങ്ങൾ നിരാശപ്പെടരുത്, ദൈവത്തിന്റെ ഗിഫ്റ്റ് ഓൺ ദി വേ ആണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. എന്തായാലും ഈ പ്രിയ ദാനിയേൽ അങ്കിളിന് ഒത്തിരി താമസിച്ച് കിട്ടിയ ആ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ ഈ ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഒത്തിരി പേര് കാണും. ഇതുപോലെ വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതെ വേദനയിലായിട്ടായിരിക്കുന്ന ഒത്തിരി പേര് കാണും. ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒന്നും നിങ്ങൾ വൃഥാവാകത്തില്ല. കർത്താവിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തലമുറയെ ദൈവം തരും. നമുക്ക് ഹന്നായുടെ കാര്യം പറഞ്ഞ പോലെ, ഹന്നായ്ക്ക് ഒത്തിരി ലേറ്റായിട്ടാണ് അതിൻ്റെ പേരിൽ ഒത്തിരി പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, നിന്ന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവസാനം കിട്ടിയ കുട്ടി എന്ന് പറയുന്നത് ലോകത്തിലെ ഇന്നും ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ശമൂവേൽ എന്ന ബാലൻ. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ പഠിക്കുന്ന ശമൂവേൽ ബാലനെ പോലെ കുഞ്ഞുങ്ങളെ ആവാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കട്ടെ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ഗാനത്തിലേക്ക് കടക്കാം. സിയോൻ മണാളിനെ ശാലമീൻ പ്രിയനെ എന്നുള്ള ഗാനം നമുക്ക് ഡാനിയേൽ അങ്കിളിന് വേണ്ടി പാടാം. പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട്. അതെ അതെ, ആത്മീയ. സിയോൻ മണാളനെ ശാലമീൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലമീൻ പ്രിയനെ, നിന്നെ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നിരത്തെന്നറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നിരത്തെന്നറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാൻ. സിയോൻ മണാളനെ ശാലമീൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലമീൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോൻ മണാളിനെ ശാലമീൻ പ്രിയനെ നിന്നെ കാണുവാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. പ്രിയ ഡാനിയേൽ അങ്കിൾ, ഫാമിലി, പ്രത്യേകിച്ച് ആ കുഞ്ഞ്, എല്ലാവർക്കും ഈ ഒരു ഗാനം വളരെ സന്തോഷകരമായിരിക്കും. അതുപോലെ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്ര പഴയൊരു ഗാനമാണല്ലേ, വളരെ മനോഹരമായ ഒരു കമ്പോസിങ് ആണിത്. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു, അത്രയും സന്തോഷത്തിലായിരിക്കുന്ന ഡാനിയേൽ അങ്കിളിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം കർത്താവിന്റെ വരവാണല്ലോ. അതെ അതെ, അതേ പ്രത്യാശ ഉണർത്തുന്ന സന്തോഷത്തിന്റെ ഒരു പാട്ട്. ഓക്കെ, നമ്മുടെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ? ഓക്കെ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഓ, നോയൽ. നോയൽ എവിടുന്നാ വിളിക്കുന്നത്? ട്രിവാൻഡ്രം. ഓക്കെ. നോയൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ, 2ാം ക്ലാസ്സില്. മിടുക്കൻ. നല്ല സ്മാർട്ട് ബോയ് ആണല്ലോ. നോയൽ കുട്ടന് നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ ഇഷ്ടമാണോ? സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം ഇഷ്ടമാണോ? ആണോ? ഓക്കെ. നല്ല ചുറുചുറുക്കുള്ള നോയൽ കുട്ടൻ. അപ്പം ഈ ഒരു ചുറുചുറുക്കോടെ നമുക്ക് നോയലിന് ഒരു പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ നോയൽ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? ഓക്കെ, ആ പാടിക്കോ. പാപത്തിമാവിറ്റത്തെ ഒഴിപ്പാൻ പാത്താൻ തന്നിൽ
ബലമൽപ്പാൻ രക്ഷകനിൽ വന്നാൻ യേശുവിനു മഹത്വം യേശുവിനു മഹത്വം സത്വം യേശുവിനു മഹത്വം കുരിശിലവൻ യേശുവിനു മഹത്വം. ഓ സൂപ്പർ. നോയൽ കുട്ടൻ വളരെ മനോഹരമായിട്ട് ആ പാട്ട് പാടി. ആരാ പഠിപ്പിച്ച ഈ പാട്ട്? നോയൽ ആരാ? മമ്മിയാണോ പഠിപ്പിച്ചേ? മോനെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹലോ ഹലോ മോനെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മച്ചിയുണ്ട്, അച്ഛനുണ്ട്, ഉപ്പയുണ്ട്, അമ്മയുണ്ട്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ഉണ്ട്. എല്ലാവരും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഓക്കെ മോനെ, ഏത് പാട്ടാണ് ഞങ്ങൾ പാടിത്തരേണ്ടത്? ഏത് പാട്ടാ? ഈ പാട്ട് തീർച്ചയായിട്ടും നോയൽ കുട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാട്ട് പാടുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ വേറൊരു പാട്ട് നോയൽ കുട്ടനും നോയൽ കുട്ടനെ പാട്ട് പഠിപ്പിച്ച മമ്മിക്കൊക്കെ വേണ്ടിയിട്ട് വേറൊരു പാട്ട് പാടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ നോയൽ കുട്ടനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇപ്പൊ നമ്മളെ വിളിച്ചത് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു നോയൽ കുട്ടനാണ്. നോയൽ വാവയെന്ന് പറയാൻ കാരണം അതെ, ഒരു സ്മാർട്ട് കിഡാണ്. നല്ല പാട്ടും അല്ലേ, കർത്താവ് തിരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളിലൊന്നാണ് നോയൽ. അപ്പൊ നോയലിന് വേണ്ടി നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്ത് നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശയായി എന്നെ ചേർത്തതാ. കീർത്തിക്കും ഞാനാ വന്ത്യാഗത്തെ, വന്ദിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാ വന്ത്യാഗത്തെ, വന്ദിക്കും ഞാനൻ അന്ത്യനാൾ വരെ. വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു അല്ലേ? എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ. എന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിനെ എത്രത്തോളം പാടി സ്തുതിച്ചാലും മതിയാവുകയില്ല. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് കിടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? എന്റെ പേര് ജെയിംസ്. ജെയിംസ്, അതെ, പത്തനംതിട്ടയാണ് വിളിക്കുന്നത്. ഓക്കെ, ജെയിംസ് ചേട്ടനെ പത്തനംതിട്ട അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നു? പത്തനംതിട്ട. ഞങ്ങള് ഫുജേറയിലാണ് ജോലി ചെയ്യുന്നത്. എവിടെ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, ഫാമിലിയൊക്കെ കൂടെ തന്നെ ഉണ്ടോ? ഇപ്പം ദുബായിലാണോ? ഞാൻ പത്തനംതിട്ടയാണുള്ളത്. ഞാനും വൈഫും ലീവിന് വന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഉണ്ട്, ഞങ്ങള് സ്ഥിരമായി പ്രോഗ്രാം കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. പ്രത്യാശ നൽകുന്ന പാട്ടുകൾ നിങ്ങൾ പാടിക്കൊടുക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓ, ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടാൻ പറ്റുമോ? നോക്കാം, ശ്രമിക്കാം. ഓക്കെ. എപ്പോഴും സ്തുതിക്കും ഞാൻ, എപ്പോഴും സ്തുതിക്കും ഞാൻ എൻ പ്രാണനായകനേശുവിനെ. എപ്പോഴും സ്തുതിക്കും ഞാൻ, എപ്പോഴും സ്തുതിക്കും ഞാൻ എൻ പ്രാണനായകനേശുവിനെ. എങ്ങനെ മറക്കും ഞാൻ, എങ്ങനെ മറക്കും ഞാൻ എൻ പ്രാണനാഥൻ
യേശുവിനെ എങ്ങനെ മറക്കും ഞാൻ, എങ്ങനെ മറക്കും ഞാൻ എൻ കാവൽനാഥൻ യേശുവിനെ. വളരെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ട് ഒരു ഗാനമാണ് പാടിയത്. ഡോക്ടർ മാത്യൂസ് വർഗീസ് എഴുതിയ പാട്ടുകളുടെ ഓക്കെ, ഒരു നല്ല പാട്ടാണ്. അതെ. ആ പാട്ട് പാടിയതിലൂടെ ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ദൈവത്തിനോട് ഒത്തിരി പ്രത്യാശയുള്ള ഒരാളാണ്. അതുപോലെ നമ്മുടെ ഈ സ്വർഗവാണിയിലൂടെ വരുന്ന ഗാനങ്ങളൊക്കെ അതുപോലെ തന്നെ ഒത്തിരി പ്രത്യാശയും ആശ്വാസവും ഒക്കെ നിറഞ്ഞ ഗാനങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇന്ന് മിനിസ്ട്രിയിൽ കൂടി നടക്കുന്ന ആളാണ്. അതെ 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 ഡോക്ടർ മാത്യൂസ് എഴുതിയ അനേക ഗാനങ്ങൾ പ്രത്യാശ പകരുന്ന ഗാനങ്ങളാണ്. അതെ അതെ അതെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഈ പ്രോഗ്രാമിനകത്ത് മാത്യൂസിന്റെ പുതിയ പുതിയ ഗാനങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തണം, ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ റിക്വസ്റ്റ് ഞങ്ങൾ പരിഗണിക്കും. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് പരിഗണിക്കുന്നതായിരിക്കും. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങളത് ആഡ് ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ, അപ്പം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇന്ന പാട്ട് പാടണമെന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഈ പാട്ട് തന്നെ പാടിയാൽ നല്ലതായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നല്ലോണം നല്ല സ്വരമാധുര്യമുള്ള പാട്ടുകാരാണെന്ന്. ഈ പാട്ട് തന്നെ പാടിയാൽ എപ്പോഴും സ്തുതിക്കും ഞാൻ, എപ്പോഴും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണം കേട്ടോ. ഞങ്ങൾ ഈ മാസം 18-ാം തീയതി വരെ ഇവിടെ ഉള്ളൂ. അതിനുശേഷം അനേകരോട് പറഞ്ഞ് ഞങ്ങൾ വിളിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ അന്വേഷണം വൈഫിനെ ഒക്കെ അറിയിക്കുക. വീണ്ടും വിളിക്കുക. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ശരി. ഓക്കെ, ഇപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ ജെയിംസ് അങ്കിളാണ് വിളിച്ചത്. ദുബായിൽ സെറ്റിലായിട്ടുള്ള അങ്കിളാണ്. വളരെ പ്രത്യാശയുടെ ഒരു ഗാനം അദ്ദേഹം ആലപിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയുള്ള പാട്ടുകളൊക്കെ നമ്മുടെ ഇനിയുള്ള പ്രോഗ്രാമുകൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് അങ്കിളിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു പഴയ ഗാനം അങ്കിളിന് വേണ്ടി നമുക്ക് പാടാം. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? യേശുവിൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശുവിൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എന്തോ മോദം പാതാളത്തിൽ ജീവിക്കുന്ന എന്തോ മോദം പാതാളത്തിൽ ജീവിക്കുന്ന. അതെ, മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ടല്ലേ. നമ്മളോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. അതെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. അതിൻ്റെ ആ വരികൾ പാടുമ്പോൾ യേശുവിൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമേ. ഇതിൻ്റെ ഓരോരോ വരികളും അങ്ങനെയാണ് അല്ലേ. ലോകം വെറുത്തവർ യേശുവോട്. കാരണം മനുഷ്യർക്കൊരിക്കലും എല്ലാ തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ പാട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് കാര്യം അത് തന്നെയാണ്. കാരണം യേശുവിൻ പക്ഷമായതിനാൽ ശരിക്കും ഈ ലോകത്തിൽ ആനന്ദമില്ല, സന്തോഷമില്ല. കാരണം ജീവിതത്തിൽ ഒത്തിരി ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊന്ന് കഴിയുമ്പോൾ ഒന്ന് തന്നെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും. പക്ഷെ യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇതൊന്നും എനിക്ക് എനിക്ക് ആനന്ദം ഉണ്ട്. ഇതിനൊരു വരി പറയുന്നത് ലോകം വെറുത്തവർ യേശുവോട് ചേർന്ന്. കാരണം ഒരു മനുഷ്യനും ഈ ലോകരെല്ലാം എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അതിനെ പൊക്കി പിടിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അത് ഒരിക്കലും അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു മനുഷ്യനിൽ ഒരു പ്രശ്നം വന്നാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യേശു അങ്ങനല്ല. സ്വന്തം മക്കളെ നമ്മളെ 100 ആട് ഉണ്ടായിട്ട് ഒരാടിനെ കാണാതെ പോയപ്പം പോയി. അതാണ് യേശുവിന്റെ ആ ഒരു ഇടയന്റെ ക്വാളിറ്റി. അതെ അതെ അതെ. അപ്പം എന്ത് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാകുമ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഒരാൾ 99 ക്വാളിറ്റിയും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോരായ്മയെ പൊക്കി പിടിക്കും. അതെ അതെ.
അപ്പം ഇനിയും നമ്മൾ ദൈവസ്നേഹത്തിൽ നമുക്കൊക്കെ ചേഞ്ചസ് ഒക്കെ വരട്ടെ. ആ ഒരു യേശുവിന്റെ സ്വഭാവം അല്ലേ, ക്രിസ്തേശുവിന്റെ ഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. ഈ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരിലും ക്രിസ്തേശുവിന്റെ ഭാവം ഉണ്ടായിരിക്കട്ടെ. ഇതാണ് നമ്മളുടെ ഈ സ്വർഗവാണി എന്ന പ്രോഗ്രാമിലൂടെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. യേശുവിനെ ഉയർത്തിക്കാട്ടുക, യേശു എല്ലാവരുടെയും ഹൃദയത്തിൽ ജനിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, നമുക്ക് അടുത്ത കോള് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് ആരാണ് വിളിക്കുന്നത്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറാമ്മ ജോസഫ്. സാറാമ്മ ജോസഫ്, പുല്ലേരിക്കുന്ന്. എവിടെ സ്ഥലം ഒന്നുകൂടെ പറയാമോ? കോട്ടയം പുല്ലേരിക്കുന്ന്. ആ, കോട്ടയം പോലെ നിന്ന്. ഓക്കെ, ആന്റി വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടില് എന്റെ മോനുണ്ട്, എന്റെ കൊച്ചുമോനുണ്ട് ഇപ്പൊ എന്റെ കൂടെ. ആണല്ലേ? ഓക്കെ, കൊച്ചുമോൻ എത്ര വയസ്സുണ്ട്? ഹലോ, കൊച്ചുമോൻ എത്ര വയസ്സുണ്ട്? ആ കൊച്ചുമോൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണല്ലേ? ഓക്കെ, നമ്മുടെ ഈ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? അയ്യോ, കാണാറുണ്ട്. ഞാൻ എന്നും വിളിക്കാൻ നോക്കി, ഇതുവരെയും കിട്ടിയിട്ടില്ല മോനെ. ഓക്കെ, അപ്പൊ ഇന്ന് ആന്റിയുടെ ടൈമാണ്, ഇന്ന് ആന്റിക്ക് കിട്ടി, അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ആ, ഞാനത് കിട്ടാൻ വേണ്ടിട്ട് ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കൊച്ചുമോന്റെ പേരെന്താ? എന്തോ? കൊച്ചുമോന്റെ പേരെന്താ? കൊച്ചുമോൻ ഷാരോൺ. ഷാരോൺ. ഓക്കെ, ഷാരോൺ. അതെ, വളരെ ബ്ലെസ്സിങ്സ്. ആന്റിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. എന്താ മോനെ, കേട്ടില്ല? ശബ്ദം കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി വെയിറ്റ് ചെയ്ത് കോൾ ചെയ്ത ആളല്ലേ, അപ്പം അതുകൊണ്ട് ആന്റിയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ബുദ്ധിമുട്ടുണ്ടോ? അല്ലല്ല, ഒത്തിരി സന്തോഷം. ഒത്തിരി ശബ്ദം. ആന്റി ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി നാള് വെയിറ്റ് ചെയ്ത് വിളിച്ചല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലാന്ന്. ഓക്കെ, ഓ ശരി ശരി ശരി. ആന്റി ഇന്ന് സ്വർഗവാണിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഗാനമാ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒരു പഴയ പാട്ട്. ആ, ഏതാ? രണ്ടുപേരും ഒന്ന് മൂളിക്കോ? ഞാൻ ഹോവയെല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതിയെപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ ഹോവയ്ക്കാം എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതിയെപ്പോഴും എന്നാവിന്മേലുണ്ട്. ആ, ഓക്കെ, വളരെ ബ്ലെസ്സിങ് ആയിരുന്നു എൻ്റെ ആ സോങ്, വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പം വീണ്ടും വിളിക്കുക കേട്ടോ, ടൈം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക. നമ്മളുടെ പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചയും 8:30-ക്കാണ്. ആന്റിയോട് അത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഓക്കെ, അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഒരു ഗാനം ആന്റി ഫാമിലിക്ക് വേണ്ടി, എക്സ്പെഷ്യലി ഷാരോൺ വേണ്ടി പാടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ആന്റി, ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമ്മളെ വിളിച്ച ആന്റിയുടെ കൊച്ചുമോൻ ഷാരോൺ. ആന്റി വളരെ നല്ലൊരു പാട്ട് പാടിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആ ഫാമിലിക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് പാടാം. യേശുവിലെ തോഴിനെ കണ്ട, അതിനകത്ത് ആ ഷാരോണിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലേ? ഷാരോണിൻ പനിനീർ പുഷ്പം. നമുക്ക് ആ ഒരു പാട്ട് ഏറ്റവും ബ്ലെസ്സഡ് സോങ് ആണ്, നമുക്ക് പാടാം. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനിൻ താങ്ങും തണലുമായി അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്ന എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ ഷാരോനിൻ പനിനീർ പുഷ്പം. അവനെ ഞാൻ കണ്ടെത്തി, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. നമ്മുടെ യേശു
10,000 സുന്ദരവും. അതെ, എത്ര അതിന്റെ ഇംഗ്ലീഷ് വരികളാണ് വേർഷനാ. ഐ ഹാവ് ഫൗണ്ട് എ ഫ്രണ്ട് ഇൻ ജീസസ്. എന്തോ ബ്ലെസ്സഡ് ഒരു സോങ് ശരിക്കും അല്ലേ? വ്യക്തിപരമായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രിയ ആൻറ്റിക്ക് വേണ്ടി, ഷാരോണിന് വേണ്ടിയിട്ട് ഈ പാട്ട് പാടാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു പാട്ടൊരു ബ്ലെസ്സിങ് ആയിരുന്നു. നിങ്ങൾ ഒത്തിരി പേര് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ വളരെ മനോഹരമായ ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഇന്നത്തെ നമ്മുടെ സ്വർഗവാണി എന്ന പ്രോഗ്രാം വിടവാങ്ങുകയാണ്. ഇന്നത്തെ ഗാനങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിളിച്ചിട്ട് കിട്ടാതെ പോയവരെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്കുള്ള ചാൻസ് ഉടനെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നത് വരെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.